കേരള ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. എക്കാലവും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കാൻ ഇറങ്ങിയാലും അവിടെ ബി.ജെ.പിക്കുള്ള വോട്ട് അതുവരെ ബി.ജെ.പിക്ക് കിട്ടിയ വോട്ട് എത്രയാണോ അതിൻ്റെ 10 മടങ്ങ് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ധീരവനിതയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 1,00,000 പരം വോട്ടുകൾ കൂടുതൽ പിടിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ ഈ തവണ 2024 ലോക്സഭാ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലാണ് മത്സരിക്കുന്നത്. കേന്ദ്ര ബി.ജെ.പിയുടെ നിർദ്ദേശാനുസരണമാണ് ആലപ്പുഴയിൽ ഒരുപക്ഷെ കെ.സി. വേണുഗോപാൽ മത്സരിക്കാൻ വന്നാൽ അതിനെ നേരിടാൻ വേണ്ടി തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ അവിടെ ഇറക്കിയിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ തിരിച്ചറിവ് ശരിവയ്ക്കും വിധമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴയിലെ ഇതുവരെയുള്ള പ്രവർത്തനം. ഒരു പ്രവചനവും ഇല്ലാതെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും തെരഞ്ഞെടുപ്പ് മാധ്യമ സർവകളിലും മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വളരെയധികം പ്രചരണങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിലവിലെ എം.പിയായ ആരിഫ് ഇതിനോടകം തന്നെ ഇപ്പോൾ ചിത്രത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ കെ.സി. വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനുമായി നേരിട്ടുള്ള മത്സരത്തിലേക്ക് ഇപ്പോൾ ചിത്രം മാറിയിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിനുള്ള ഒരു കുഴപ്പം, കെ.സി. സ്വന്തം കോൺഗ്രസ്സിലെ തന്നെ പല നേതാക്കളെയും ഒതുക്കാൻ ശ്രമിച്ചു എന്ന കുറേ കാര്യങ്ങൾ ഇവിടെ പാട്ടാണ്. കേരളത്തിലെ പല പ്രമുഖ നേതാക്കൾക്കും കെ.സിയെ ഇഷ്ടമല്ല എന്നതാണ് ആരുമറിയാതെ പറഞ്ഞു പോകുന്ന രഹസ്യങ്ങളിലൊന്ന്. കാരണം കെ.സി. വേണുഗോപാൽ ഒട്ടനവധി കേരള നേതാക്കളെ ഒതുക്കിയാണ് ദേശീയ നേതാവായത്. കെ.സി. വേണുഗോപാലിൻ്റെ ദേശീയ നേതാവ് പദവി ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കെ.സിയെ ഒന്ന് താഴേക്കിടാൻ ഒരു ചരട് വലി അവിടെ ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ ഇതാ ഒരു കേന്ദ്ര ഏജൻസി പുറത്തുവിട്ട ഒരു കേന്ദ്ര ന്യൂസ് ചാനൽ പുറത്തുവിട്ട സർവകളിലൊന്ന് ശോഭാ സുരേന്ദ്രൻ കെ.സി. വേണുഗോപാലിനേക്കാൾ 5%, വെറും 5% വോട്ടിംഗ് പാറ്റേണിൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. ഇനിയും ദിവസങ്ങൾ ഏറെ ബാക്കി കിടക്കെ ശോഭാ സുരേന്ദ്രനും കെ.സി. വേണുഗോപാലുമായിട്ടുള്ള അന്തരം ഒരു വെറും 0.5%. 5%ത്തിൻ്റെ ഡിഫറൻസിലാണ് ശോഭാ സുരേന്ദ്രനേക്കാൾ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ദേശീയ ഏജൻസി പുറത്തുവിട്ട ഒരു സർവേകളിൽ ഇന്ന് പറയുന്നത്. ഏതാണ്ട് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ കൂടുതൽ കേന്ദ്ര നേതാക്കൾ ആലപ്പുഴയിലേക്ക് എത്തുകയും ശോഭാ സുരേന്ദ്രന് വൻ പിന്തുണ നൽകുകയും ചെയ്താൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മിന്നും ജയം കൈവരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മത്സരിക്കാൻ വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പോലും ഇത്രയും ചിന്തിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രൻ ജനമനസ്സുകളിലേക്ക് പെട്ടെന്ന് ഇടം പിടിച്ച് കയറുമെന്ന്. ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകൾ കൊണ്ടുള്ള ഓരോ പ്രസംഗവും എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോകുന്ന ഒന്നാണ്. അഴിമതി ആരോപണങ്ങളും മോദിജിയുടെ ഗ്യാരണ്ടിയും വളരെ വ്യക്തമായി തന്നെ ശോഭാ സുരേന്ദ്രൻ ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നു. തീപ്പൊരി പ്രസംഗത്തിലൂടെയും അതിനൊപ്പം തന്നെ കർമ്മ പദ്ധതിയിലൂടെയും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വൻ മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വം മോദിജിയെ പോലുള്ള ഒട്ടനവധി നേതാക്കൾ, അമിത്ഷാ, മോദിജി, അങ്ങനെ ഒട്ടനവധി നേതാക്കൾ ശോഭാ സുരേന്ദ്രന് ഇതിനോടകം തന്നെ ആലപ്പുഴയിൽ കാഴ്ചവെക്കുന്ന മത്സരഗതി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക്
നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ കേന്ദ്ര നേതാക്കളെ ചിലപ്പോൾ മോദി തന്നെ നേരിട്ടും ആലപ്പുഴയിൽ വരാൻ സാധ്യത ഏറെയാണ്. എന്തായാലും കൂടുതൽ കേന്ദ്ര നേതാക്കൾ വരും ദിവസങ്ങളിൽ ആലപ്പുഴയിൽ എത്തിയാൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. BJPയുടെ ഒരു കേന്ദ്ര വനിതാ മന്ത്രിയായി ശോഭാ സുരേന്ദ്രൻ മാറും.